ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന ലാസ്റ്റ് ഫുഡാണ്. അവരെ പാക്ക് ചെയ്തുകൊണ്ടുപോകാനായിട്ട് ഇതാ ഈ കാണുന്ന പ്ലാസ്റ്റിക് കയർ അതുപോലെ ഒരു കാർട്ടൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന 5 പേരെയാണ് നമ്മൾ പാക്ക് ചെയ്ത് ഒരു കടയിലോട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ കൂട്ടിലുള്ള എല്ലാവരും ഏകദേശം 1 വയസ്സ് കഴിഞ്ഞവരാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ വീട്ടിൽ ഒരുപാട് കോഴികളുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എണ്ണം ഉണ്ടായിരുന്നതും അതുപോലെ നമുക്ക് കുറച്ച് രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളതാണ് ഈ കോഴി വളർത്തൽ. ഇടയ്ക്കിടെ മാറി വരുന്ന കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവർ മുട്ടയിടാനും അതുപോലെ ഇവരുടെ വളർച്ചയ്ക്കൊക്കെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കോഴി വളർത്തൽ നമ്മുടെ വീട്ടിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നെങ്കിലും ഈ കൂട് നമ്മൾ പണിതത് ലോക്ക്ഡൗൺ ടൈമിലാണ്. ഈ കൂട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏകദേശം 5-8 കോഴികളെ പ്ലാസ്റ്റിക് നെറ്റ് കവർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴാണ് 8 ഭാഗത്തായിട്ട് ചിതറക്കിടക്കുന്നത് കണ്ടത്. അതുപോലെ തന്നെ ഈ കൂടിൻ്റെ ഡോറടക്കം മറന്നുപോയത് കൊണ്ട് തന്നെ കൂടിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ടുള്ള കോഴികളെ പട്ടികളും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കോഴികളെ ഒഴിവാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂർ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുമാത്രമല്ല, മുമ്പ് നമ്മുടെ വീടിൻ്റെ 2 സൈഡായിട്ട് പറമ്പുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ ആ പറമ്പിൽ വീടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവരെ ഒഴിവാക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 5 പേരും പിടിച്ചത് പെട്ടിയിലാക്കി കയറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ നേരെ വണ്ടിയിലാക്കിയിട്ട് കടയിലേക്ക് കൊണ്ടുപോകാം. ഈ കൂടെന്ന് പറയുന്നത് നമ്മൾ ലോക്ക്ഡൗൺ ടൈമിൽ മെറ്റീരിയൽ വാങ്ങിയിട്ട് പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു കൂടിൻ്റെ പകുതി കോസ്റ്റ് ഇതിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ ഈ കൂട് ഈ ചെറിയൊരു പ്ലോട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ടില്ലാത്തതുകൊണ്ടും വേസ്റ്റിൻ്റെ നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളത് ആ ബോക്സ് എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 വീലറിൻ്റെ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കും അത്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ വീട്ടിലെ കോഴി വളർത്തൽ എന്നൊരു ആഗ്രഹം നമ്മൾ അവസാനം ഈ ഒരു പെട്ടിയിൽ മാത്രം ഒതുക്കി തീർക്കുകയാണ്. ഇവർക്ക് കറക്റ്റായിട്ട് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ബോക്സ് ചെറിയ രീതിയിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോഴികളെ ആ കടയിലേക്ക് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. അതിൻ്റെ ഷോട്ടും കാര്യങ്ങളും നമ്മളെടുത്തില്ല. അവിടെ അടുത്ത് തന്നെ ആയിട്ടുള്ള പെറ്റ്സ് ഫുഡിൻ്റെ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബേഡ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും എടുക്കുകയാണ്. കാരണം കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ കിളിയുടെ കൂട്ടിലേക്ക് മാക്സിമം ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുറച്ച് തേനയും കുറച്ച് ഫീഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.